ഇന്ന് ഞാനും എൻ്റെ സിസ്റ്റർ ഇൻലോ രണ്ടാൾ തെണ്ടാമെന്നുള്ളത് വേറെ ഒന്നുമല്ല. അപ്പോൾ ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അങ്ങനത്തെ നല്ല കുട്ടപ്പിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അയ്യനെ കൂട്ടുന്നില്ല കേട്ടോ. അയ്യനയുടെ ഉമ്മനൊക്കെ ആക്കിയിട്ട് നല്ല പങ്കിൽ തെണ്ടാൻ പോകുന്നുള്ളത്. കുറേ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയിലോ തെണ്ടാണെന്നുള്ള പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എന്താ പറയുക, നടക്കോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല. എന്ന് വെച്ചെങ്കിൽ അയനെ ആക്കിയിട്ട് പോകുന്നല്ലേ. സോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എൻ്റെ പുട്ടിട്ടിട്ട, പക്ഷെ എന്നാലും ഒരു ഗ്ലോ കാണുന്നല്ലേ, ഒന്നല്ല ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലത്, സൂര്യൻ മുഖത്തടിക്കുന്നുള്ളത്, അങ്ങനെ ഫ്ലാഷ് അടിക്കുന്നില്ലത് ഇട്ടാ. എന്ന് വെച്ചെങ്കിൽ ജനൽ ക്ലോസ് ആക്കിയിട്ടുള്ളത് അല്ലേ, അതിൻ്റെ ഇങ്ങനെ മുഖത്തടിക്കുന്നുള്ളത് അല്ലാതെ ഗ്ലോ ഒന്നും അല്ലാന്ന്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട ഒരു ഇത് ഇട്ടാ. പിന്നെ ഇതാ ഞാനിതാ ഈ പേപ്പറിനെ തപ്പി നടക്കുന്നില്ലത് ഇട്ടാ. അതിനിതാ ഈ അയ്യാൻ്റെ ആധാർ കാർഡ് വന്നോ നോക്കണം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കാർഡിൽ ആഡ് ആക്കണം. അങ്ങനെ പിന്നെ ബാക്കി കുറച്ച് രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യം കുറേ നടക്കാനുണ്ട്. സോ അങ്ങനെ എൻ്റെ എല്ലാ പ്രൂഫും അതെല്ലാം എടുത്തിട്ട് റെഡി ആക്കിയിട്ട് നിൽക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് താഴെ ചെമ്മു റെഡി ആകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുന്നില്ലത്, വേറൊന്നുമല്ല. എന്ന് വെച്ചെങ്കിൽ ഒരു റെഡി ആകുന്നവരെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൂട്ടണ്ടേ, അങ്ങനെ ഇങ്ങനെയുണ്ട്. പിന്നെ അതാ കുറച്ച് മിറർ വീഡിയോ, എന്നെ കാണാൻ കൊള്ളാമല്ലേ. നമ്മ ഇങ്ങനെ ഗ്ലാം കൂട്ടണം. നമ്മൾ ഗ്ലാമർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ മുഞ്ചത്തിനെന്ന് പറഞ്ഞു ഈ പൗറ് കാട്ടണം, അത് ഒരു സൈഡിൽ കെട്ടുന്ന്. പിന്നെ എന്താ അങ്ങനെ നമ്മൾ നേരെ പാഞ്ഞോണ്ട് പോയി. ഞാനും ഒരു പോച്ചയിൽ പോഞ്ഞിനൊപ്പം ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് എന്ന് വെച്ചെങ്കിൽ ഞാൻ ബാക്ക് സൈഡിലേ മുങ്ങിയിട്ടാകുമ്പോൾ ഫ്രണ്ട് സൈഡിൽ എത്തുമ്പോഴത്തേക്ക് ആരോ ബെല്ലടിച്ച് ഡോർ ഓപ്പൺ ആക്കിയത് അയ്യാനും പെട്ടല്ലേ. എൻ്റെ അല്ല ലാസ്റ്റ് എങ്ങനെയല്ലോ കുറച്ച് നേരം ഒളിച്ചു നിന്നിട്ട് അയ്യാൻ ഉള്ളിൽ കയറിയതൊന്നും അറിയാം, പാഞ്ഞോട് വന്ന് ചെരുപ്പിടാതെ കൊണ്ട് കാലിനില്ല കല്ലെല്ലാം കൂത്തിയിട്ടുണ്ടല്ലോ എൻ്റെ പന്നെ. അപ്പോഴത്തേക്ക് ചെമ്മ് വന്നിട്ടാ. അങ്ങനെ അയ്യാൻ പുറത്ത് വരുന്നുണ്ട് കേട്ടാ. ഞാൻ ഈ റോഡിൽ നടക്കുമ്പോൾ ഓനിക്കാടെ കാണും, എന്നെ കാണും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എന്തെല്ലോ ആക്കിയിട്ട് പോകുന്നില്ലത്. പിന്നെ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ആക്കുമ്പോഴത്തേക്ക് മഹാറാണി മല്ലേ നടത്തിന് വരുന്നുണ്ട്. ആര് വേറൊന്നുമല്ല, എൻ്റെ നാത്തൂൻ. അപ്പോൾ എന്താ പറയലേ, അവളെ വെയിറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ അമ്പലപ്പൂ കണ്ട അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഞാൻ നിന്ന് കണ്ട് പിന്നെ അവളേക്ക് നടന്നിട്ട് പോയിട്ടാ. ഇനെന്ത് പറയലേ, നമുക്ക് കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുതലാക്കുന്നില്ലത്. നമുക്കിങ്ങനെ കിട്ടലില്ല കേട്ടോ ചാൻസ്. രണ്ടൊക്കെ ഒന്നിച്ചിട്ട് ടൗണിൽ പോകാനൊന്നും കിട്ടിയില്ല. നമ്മളെ രണ്ടാളെ പൈസ തന്നിട്ട് അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ എത്ര തന്നിന് അത് എല്ലാം സീറോ ബാലൻസ് ആക്കിയിട്ട് വരും. അതാണ് അതുകൊണ്ട് നമ്മളെ കയ്യിൽ പൈസ തരുന്നില്ല, എന്ത് ദുഷ്ടന്മാരല്ലേ. സലാം. പക്ഷേ ഉമ്മാനെ കൂട്ടിയിട്ട് പോയെങ്കിലും ഉമ്മാനെ നമ്മൾ മുതലാക്കും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ സ്കൂട്ടി ഉണ്ടെങ്കിൽ എന്ത് സുഖമായിട്ട് പോവായിരുന്നു എന്നറിയോ. അതൊരു ചിന്തിക്കുമ്പോഴത്തേക്ക് ബേജാറാന്ന്. എന്താ വെച്ചെങ്കിൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് എത്ര പൈസ എടുക്കുന്നതെന്നറിയോ. പോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് 20 ഉറുപ്പിക എടുക്കുന്നത്, ആറിന് ഇങ്ങോട്ടൊക്കെ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ 50-100 ഉറുപ്പിക എടുക്കും. പെട്രോൾ 150 ഉറുപ്പിൻ്റെ പെട്രോൾ അടിച്ചെങ്കിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും. അതാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഓട്ടോറിക്ഷൻ്റെ അങ്ങോട്ട് കിച്ചത്. പിന്നെ അതേ കണിക്ക് നടന്നിട്ട് വന്ന്. സോ ടെൻഷൻ എന്താ വെച്ചെങ്കിൽ അക്ഷയയിൽ പോകുന്നുള്ളതല്ല, ഈ അക്ഷയയിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞ് 9:30 ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ 10:30 നമ്മൾ പോകുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ എത്തിടുമ്പോൾ ഭാഗ്യത്തിന് ഫസ്റ്റ് നമ്മൾ പോയിട്ട് അതിന് മുമ്പ് ആൾക്കാരുണ്ടേനെ. പക്ഷെ അവർ പറ്റിച്ച കേസ് നമ്മളിങ്ങനെ കുറേ നേരം ചീർത്തി ഈ അയ്യാൻ്റെത് കഴിഞ്ഞ് റേഷൻ കാർഡിൽ കൊടുത്ത് എൻ്റെ ഒരു രജിസ്ട്രേഷൻ ആക്കാനുണ്ടായിന്. അത് കൊടുത്തിട്ടാകുമ്പോൾ എൻ്റെ പൊന്നെ ആ ചേട്ടൻ്റെ വർത്തമാനം കേട്ട് പണ്ടത്തെയും ഇപ്പോഴത്തെ കഥ കുറേ പറഞ്ഞ് 5 മിനിറ്റ് മതിട്ടാ ആ സംഭവം ആക്കാൻ. പക്ഷെ അയാളുണ്ടല്ലോ നമ്മളൊക്കെ സംസാരിച്ച് പിന്നെ അയാൾ സംസാരിക്കുമ്പോൾ നല്ല പാങ്ങിൽ ചെവിയും കൊടുത്ത് ഇൻട്രസ്റ്റിൽ സംസാരിച്ച്. അതുകൊണ്ട് 1/2 മണിക്കൂർ പോയത് കണ്ടിട്ട് താഴെ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, ചുമ്മാറിന് പെറ്റ് ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് തായന്നെട്ടാ. അങ്ങനെ അവിടെ പോയിട്ടാകുമ്പോൾ ഓളെ കണ്ണിൽ പൊട്ടതാണ് ഈ പൂച്ച. ഇതല്ല കേട്ടോ ഫസ്റ്റ് കാണിച്ച ആ പൂച്ച. ഇത് അവർക്ക് റോട്ടമ്മ കിട്ടിയത് ഗൈസ്. നമ്മൾ അത് കുറേ ചോദിച്ച് അവർ തന്നില്ല. കുറേ എന്തായാലും ചോദിച്ചു. എനിക്ക് പൂച്ചനെ ഭയങ്കര പൊടിയിട്ടാണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. ഇപ്പോൾ മൂന്ന് വന്നത് കൊണ്ട് ഇനി താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ടച്ച് ആയെങ്കിൽ പിന്നെ ഞാൻ ഭദ്രകാളിയാവും, കൂക്കലും പിടിക്കലും എന്തെല്ലോ ഞാൻ ആക്കൂട്ടാ. എനിക്കറിയില്ല ഞാൻ എന്തെല്ലാം ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ചെയ്യും. കൂക്കലായിരിക്കും, തുള്ളലായിരിക്കും, പായലായിരിക്കും, എന്തെല്ലാം ആക്കും. സോ ചമ്മുക്ക് ഇപ്പോൾ
ഇപ്പം പിന്നെ തൊടാൻ പറ്റും. കുറേ നേരം ആടുന്ന് വരുന്നില്ല കേട്ടോ. നമ്മൾ ഈടുന്ന് പോകുമ്പോഴത്തേക്ക് ഭാബി നമുക്ക് ആടിൻ്റെ പോവാ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുറേ കെഞ്ചി കേക്ക് കേട്ട് പറഞ്ഞാൽ ഇല്ല നമ്മൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല ചെക്കനായിരുന്നു കേട്ടോ. പിന്നെ മറ്റേതിന് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ മൂന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈസി ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഇതുവരെ കയറാത്ത ഒരു ഷോപ്പ് ഈഴെത്തിട്ടാകുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കാണുന്ന കാണിക്കൊന്നുമില്ല, വലിയ കളക്ഷൻ അല്ല, എന്നാലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടെ കയറി കുറച്ച് നേരം നോക്കി നേരെ പോകുന്നില്ല, ഇതിൻ്റെയൊക്കെ ചൂടല്ലേ, അപ്പം അതിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം എ സി ഇട്ടിട്ടുള്ളതല്ലേ. അത് എ സി എല്ലാം കുറച്ച് കൊണ്ടിട്ട് നേരെ വിട്ട്. പിന്നെ എനിക്ക് ഫയലും വേണമായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ടും പോകുന്നില്ലത് ഡ്രസ്സിനെ കുറിച്ചിട്ട്, വേറെ ഒന്നുമില്ല, ഭയങ്കര ഇൻട്രസ്റ്റിൽ ചുമ്മാ ഞാൻ പറഞ്ഞതെല്ലാം അനുസരിക്കുന്നുണ്ട് വെറുതെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക വേറെ ഒരു ഷോപ്പ് കണ്ട് നമുക്ക് ഇവിടെ കയറിയാലോ എന്നുള്ള പ്ലാൻ ആക്കുന്നില്ലത്. പക്ഷെ പോയെങ്കിൽ നമുക്ക് ലേറ്റ് ആവല്ല, കുറേ സ്ഥലത്ത് പോകാനുള്ളതെന്നല്ലേ പറഞ്ഞിട്ട് ഒരു ഫയലും വാങ്ങാനുണ്ട് കേട്ടോ. എന്താ വെച്ചെങ്കിൽ എനിക്കൊരു ഫോമുണ്ട്, അത് മടങ്ങിക്കൂടാ. സോ അതുകൊണ്ട് എനിക്ക് ഒരു ഫയൽ വേണമായിരുന്നു. സോ ഈടെ കയറി നോക്കി, ഈടെ എന്താ പറയല്ലേ ഈടെ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇല്ല കൈസ്, മൂഞ്ചിപ്പോയി. സോ അവിടെ കുറേ ചോദിച്ചു നമ്മൾ കിട്ടോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഫയൽ ചോദിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ബാഗും അതും ഇത് ബുക്കെല്ലാം ഉണ്ട്, പിന്നെ ഫയലില്ലാതെ തീർന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടിച്ചാന്ന് പറഞ്ഞിട്ട് ആർന്ന് വിട്ട്. പിന്നെ എന്താ പറയല്ലേ ഇങ്ങനെ നമ്മൾ ഭയങ്കര സംസാരിച്ചിട്ടുണ്ട്, ഭയങ്കര എന്തെല്ലോ കഥ പറയാനുണ്ടായിന്, എത്ര അളവായി നോക്കാനുണ്ടായിന് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് എന്താ പറയല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. സോ പോയി ഫസ്റ്റ് പപ്സ് മാത്രം പറഞ്ഞത്, പക്ഷേ നമുക്ക് തജിയിട്ട് കഴിയുന്നുണ്ടായിട്ടാ. വരുന്ന വഴിക്ക് നമുക്കിങ്ങനെ വെള്ളത്തിൻ്റെ അതൊന്നും കിട്ടിയില്ല. സോ പപ്സ് കഴിച്ചപാട് എനിക്ക് ലെമൺ സോഡ വേണമെന്ന് പറഞ്ഞ്, സോഡ കുടിക്കാത്തതോട് ഫസ്റ്റ് ട്രൈ ആക്കിയത് എല്ലാവരും ലെമൺ സോഡ പറയുന്ന പറഞ്ഞിട്ട് ഓള് മൂഞ്ചി. അതിന് ഞാൻ ഫ്രഷ് ലൈമ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു ഭാവിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ട് അതിൽ കയറിയിട്ട് ആ ഫ്ലവേഴ്സ് എല്ലാം കണ്ടു കേട്ടോ. എന്താ വെച്ചെങ്കിൽ കുറച്ച് എ സി കൊള്ളാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയത്, അപ്പോഴത്തേക്ക് അതിനേക്കാളും ചൂട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയി. പക്ഷെ ആ ഫ്ലവേഴ്സ് പോട്ട് നല്ല ഇല്ല, നല്ല രസമുണ്ട്, അത് വാങ്ങണമെന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ആക്കിക്കൊണ്ട് പോകുന്നില്ല. ഇത് എനിക്ക് ആവശ്യമുണ്ട്, നമുക്ക് റൂമിൽ ഇങ്ങനെ മുഞ്ചാക്കിയിട്ട് വെക്കാമല്ല. സോ എനിക്ക് ഇങ്ങനത്തെ പ്രാന്തെല്ലാം കൂടുതൽ കേട്ടോ. റൂമിൽ ഇങ്ങനത്തെ അതുപോലത്തെ സാധനമെല്ലാം ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് വെക്കും. എൻ്റെ റൂമിൽ ഇങ്ങനെ ഫുള്ളൊരു കാണണം. പക്ഷെ ഭയങ്കര സ്പേസും വേണം എനിക്ക് റൂമിൽ, പക്ഷെ എല്ലാ സാധനവും വേണം, അതാണ്. പിന്നെ എന്താ പറയല്, പിന്നെ എന്താ നമുക്ക് എവിടെ പോകാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഫയൽ തപ്പിക്കൊണ്ട് ഒരു പേരും പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ ദുബായ് ബസാറിൽ കയറി ഫയൽ അവിടെ ചോദിച്ചാൽ മതിയെന്ന് അവർ കാണിച്ചിട്ടേനും, പക്ഷെ നമ്മൾ അത് ചെയ്തില്ല. നമ്മൾ ഇങ്ങനെ ഫുള്ള് ആ ഷോപ്പിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നോക്കാൻ പോയി. എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനം എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ പോയത്. പക്ഷെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടാട്ടോ. മുമ്പിൽ ദുബായ് ബസാറിലൊക്കെ ആൾ കുത്താൻ സമയം ഉണ്ടായിട്ടാ, പണ്ടല്ലോ കേട്ടോ, ഇപ്പം ഒന്നല്ല. അപ്പോൾ ഭയങ്കര സംഭവമുള്ള ഒരു ഷോപ്പായിരുന്നു. ഇപ്പം നോക്കിയാൽ ആരും കാണുന്നില്ല. പക്ഷേ ഈ സ്കൂൾ സ്റ്റാർട്ടാകുമ്പോഴത്തേക്കെല്ലാം അവിടെ പോയെങ്കിലും പറ്റില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. അതേ കണിക്ക് നല്ല ഓഫേഴ്സ് എല്ലാം ഇടും അവിടെ. സോ അതുകൊണ്ട് നമ്മൾ നേരെ അതിലെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഓരോ അതിൽ എന്തെല്ലാം ഉണ്ട് ആ ഷോപ്പിൽ എല്ലാ മൂല കയറിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് എനിക്കൊരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനം എന്താ പറയല് അല്ലേ, ഇത് നോക്കിയേ, ആ കാപ്പി കളർ കണ്ട എന്ത് രസമെന്നറിയോ, ഇങ്ങനെ ഫുള്ള് നല്ല പങ്കുണ്ട്. പിന്നെ ഇത് നമ്മൾ ചെറുതുണ്ടോയെന്ന് കുറേ നോക്കി, പക്ഷേ എല്ലാം വലുതുള്ളതിട്ടാ. പിന്നെ കുറച്ചൊരു മീഡിയം സൈസാണ്, ഇതിനേക്കാൾ കുറച്ച് ചെറുതുണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഈ ഉപ്പെല്ലാം ഇട്ടിട്ട് വെക്കാൻ നല്ല രസമാണ്. പിന്നെ അതേ കണക്ക് അച്ചാറെല്ലാം ആക്കിയിട്ട് വെക്കാൻ നല്ല രസമായിരിക്കും. പണ്ടെല്ലാം കാണുന്നില്ലേ. ഇത് ഞാൻ വിചാരിച്ച് എണ്ണയിടുന്ന സംഭവമായിരിക്കും എന്ന്. തന്നെയാണ്, അല്ല കള്ളിൻ്റെതാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടാ. ഫസ്റ്റ് എണ്ണയിടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കി, പിന്നെ ചേച്ചി കള്ളിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടാ. പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ച് എന്തിന് വെറുതെ അറിയാതെ നമ്മൾ മൂഞ്ചി പോകുന്നതെന്ന് തന്നെ വെച്ച് അത് എടുത്തിന് അവിടെ തന്നെ വെച്ചിട്ടാ. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഗ്ലാസും ഇങ്ങനത്തെ എല്ലാം ഇങ്ങനെ പ്ലാൻ ഇടുന്നില്ലെന്ന് ഞാനും ചുമ്പും അങ്ങനത്തെ വാങ്ങിയാലും കൊള്ളായിരുന്നില്ല. ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊക്കെ എനിക്ക് ചുമ്പൊക്കെ ഭയങ്കര ഇഷ്ടം. സ്റ്റീലിൻ്റെ ഇട്ടാൽ എന്നറിയില്ല, എനിക്ക് ഈ ഗ്ലാസിൻ്റെ പൈപ്പറിൻ്റെ എനിക്ക് ഇഷ്ടീയല്ല. പിന്നെ പോകുന്ന വഴിക്ക് ഈ ചെരുപ്പുണ്ട് എന്ത് പാങ്ങല്ലേ, പക്ഷെ കുഞ്ഞു കാലിലവർക്കേ പറ്റും. ചെറിയ സൈസ് നമ്മളെ ഈ പോത്തുപോലത്തെ കാലിനൊന്നും പറ്റില്ല. എൻ്റെ 8 സൈസ്, ചെമ്പുടി 10 സൈസ്, രണ്ടൊക്കെ പറ്റില്ല. പക്ഷെ ആ ലാസ്റ്റുള്ള ബ്ലാക്ക്
അടിപൊളിയുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന കാണിക്കുന്നല്ല, ഡയറക്റ്റ് നല്ല രസം കാണാൻ. പിന്നെ ആടെ ഫയല് നോക്കി കൊള്ളില്ല. പിന്നെ പോകുന്ന വഴിക്കതാ ഇങ്ങനെ ഒരാൾ കൊണ്ടു തന്ന് കിച്ച് മാർട്ടിൽ എന്തോ ഓഫേഴ്സ് ഉണ്ടെന്ന് അറിയിച്ചില്ല, ആ ഒരു പേപ്പർ ഇട്ടാ കൊണ്ടു തന്നിട്ടുള്ളത്. സോ അത് നോക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ചമ്മുൻ്റെ എന്താ പറയല് ബ്ലൗസ് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. സോ അത് വാങ്ങാൻ പോയി. പിന്നെ എന്താ പറയല്, ഇപ്പോൾ ഓണമല്ലേ, നമുക്ക് ഓർമ്മയില്ല കേട്ടാ ഇപ്പം ആ ചമ്മ ഓണത്തിൻ്റെ ഡ്രസ്സിനെ സ്റ്റിച്ചാക്കിയത് വാങ്ങാൻ പോകുന്നത്. പക്ഷെ റോഡ് സൈഡ് ഫുള്ള് കമ്മൽ ആദ്യത്തെല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നത് ഇതെന്തപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് പെട്ടെന്ന് ഓർമ്മ, ആ ഓണമായില്ലെന്ന്. പക്ഷേ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഭയ അപ്പുറം പോകുമ്പോഴത്തേക്ക് കാണുന്നത് എന്ത് രസം, എന്തൊരു രസം കമ്മലല്ലോ. ഇപ്പോൾ റേറ്റ് നമ്മൾ ചോദിച്ചിട്ടാ, അവിടെ എന്താ പറയല്, നമുക്ക് വേറെ സ്ഥലമെല്ലാം പോകാനുണ്ടായതുകൊണ്ട് നമ്മൾ റേറ്റ് ചോദിച്ചിട്ടാണ്. പിന്നെ ജമ്മു ട്രയലാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഉണ്ടായ കോമഡി എൻ്റെ പഠിച്ചോനെ ചിച്ച് മെച്ച തന്നെപ്പാ. പിന്നെ ആ ഫ്രോക്ക് ഉണ്ട്, കുഞ്ഞു ഫ്രോക്ക്, നല്ല രസമല്ലേ. ഇവർ എല്ലാ ടൈപ്പ് ഡ്രസ്സ് സ്റ്റിച്ച് ആക്കുന്നുണ്ട് കേട്ടോ, മറ്റേ ഡിസൈൻ ആക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അവിടെ തൂക്കിയിട്ട് അതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. സോ എന്താ പറയല്, അങ്ങനെ ആടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്ലാൻ ആക്കുന്നില്ലത് എവിടെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സ്ഥലം നമ്മൾ ഇങ്ങനെ അത്ര ടോട്ടൽ ഒരു 6-7 സ്ഥലം നമുക്ക് പ്ലാൻ ഉണ്ട്. എവിടെയെന്ന് വെച്ചെങ്കിൽ കുറച്ച് ആവശ്യമുള്ള സ്ഥലമല്ല, നമുക്ക് പോകാനുള്ള സ്ഥലമല്ല. നമ്മളിങ്ങനെ അവിടെ വരെ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഷോപ്പിലല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് പോയത്. പക്ഷെ നമുക്ക് എത്തണ കുറേ ലോങ് പോകണം, അങ്ങോട്ട് പോകണം. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്കല്ല ഒരു ഷോപ്പിൽ ഇങ്ങനെ കയറുന്നില്ലത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ എന്താ പറയുക ഫ്രൈൽ, അതാണ് ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ കമ്മലി കണ്ട എന്ത് രസം, നല്ല രസമുണ്ട്. പിന്നെ എന്താ പറയുക, ആടെ കുറച്ച് നേരം നോക്കി നമ്മൾ നേരെ പോയിട്ടാണ്. പിന്നെ ഹിജാബ് വാങ്ങാനുണ്ടായിന്. ഇത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സംഭവം തന്നെ. ഇവിടെ പോയിട്ട് നോക്കുമ്പോഴത്തെ ഭയങ്കര റേറ്റ് കിട്ടുക, ചെറിയ റേറ്റ് ഒന്നുമില്ല, നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കളക്ഷനും നല്ല ഉണ്ടില്ല എന്നല്ല, പക്ഷെ നമുക്ക് ചെയ്യുന്ന ഉണ്ടായിട്ട. സോ ആടുന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ബേർ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടാ നേരെ മൗലവിൽ വന്ന് ഈട് എത്തിയതൊന്നും അറിയുക. കുറച്ച് നേരത്തേക്ക് കിളി പോയത് തന്നെ. ഈടന്നെ നമ്മൾ ഒരു 1.5 മണിക്കൂർ നമ്മൾ ടൈം സ്പെൻഡ് ആക്കിയെന്ന് കേട്ടാ. ഒന്നാമത് ഈട് ക്യൂട്ട് സാധനം എത്ര ഉണ്ടെന്നറിയോ എൻ്റെ പൊന്നെ, ഫുൾ എസ്തറ്റിക്കും അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇതായി. പിന്നെ ഫയൽ നോക്കാൻ പോയിട്ടാ. പിന്നെ ഞാനിങ്ങനെ തപ്പുന്നില്ലത് ഏത് വേണമെന്നല്ല പറഞ്ഞിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എന്തെന്നറിയില്ല. പിന്നെ മുകളിൽ കുറച്ച് റേറ്റ് കൂടിയതുള്ളത് എനിക്ക് ചെറിയ റേറ്റിൻ്റെ മതി എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഈ ഒരു ഫയൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ലാസ്റ്റ് വാങ്ങിയതിൽ തന്നെ ചെറുങ്ങനെ ഇഷ്ടപ്പെട്ടത്, വലിയതൊന്നും ഇഷ്ടപ്പെടില്ല. ബാക്കിയുള്ളത് നോക്കുമ്പോഴത്തേക്ക് കൊള്ളാൻ തോന്നി. പിന്നെ ഒരു ഡയറി വാങ്ങാനുണ്ടായിട്ടാ, അത് ഞാൻ കുറേ നേരം നോക്കി. ഇത് നല്ല ഭംഗിയില്ല, പക്ഷെ ഇത് ചെറുതിട്ടാ. എനിക്ക് ഈ ഡയറി എഴുതുന്ന പ്രാന്ത് ഭയങ്കര കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പിന്നെ അത് നിന്നിട്ടുണ്ട്. സോ വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞാൽ മുമ്പ് എത്ര എഴുതുന്നുണ്ടായിരുന്നറിയോ. എൻ്റെ ഇപ്പോൾ ഉണ്ട്, പണ്ടത്തെ ഡയറിയെല്ലാം ഇപ്പോൾ ഉണ്ട്. സോ ആടുന്ന് എന്താ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ഉണ്ടല്ല ബില്ലാക്കിയിട്ട് വന്നിട്ട് റിട്ടേൺ പോയി. പിന്നെ കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ട് വന്ന്. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഈ ക്രാഫ്റ്റെല്ലാം ആക്കുന്നവർക്ക് അവിടെ കിട്ടുന്ന എത്രയോ സാധനം ഉണ്ട് കേട്ടോ, അടിപൊളി. ഇങ്ങനെ ക്യൂട്ട് സാധനം കുറേ എണ്ണം ഉണ്ട്, ഇങ്ങനെ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ഏതല്ലോ. പിന്നെ അതിനിടയിൽ നമ്മൾ ഉണ്ടല്ലോ നോവൽസ് ബുക്കിനെ പോയിട്ടുണ്ടായിന്. അങ്ങനെ എന്താ പറയില്ലേ, മുകളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ചെക്കനെ പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഒരു ഓട്ടോ ഓടിനപ്പേ ഞാൻ വിചാരിച്ച് നമ്മൾ വിചാരിച്ച ലൈബ്രറി കാണിക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആടല്ല കേട്ടോ, ആട് സെയിലിനുള്ളത്. നമ്മൾ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും വന്നത്. ഇവിടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് അപ്പോൾ ഈ നോക്കി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ബുക്സ് ഉണ്ടോ എന്ന് നോക്കി കുറേ തപ്പി. ഞാൻ കന്നഡത്തിൽ ചോദിച്ചത്, ഞാൻ കന്നഡത്തിൽ ഏതെങ്കിലും നോവൽസ് ബുക്ക് ഉണ്ടോ അവർ പറഞ്ഞു ഇല്ല, ഞാൻ മൂഞ്ചില്ല, ഞാൻ എവിടെ പോയി ആരും മൂഞ്ചിക്കൊണ്ട് പോയിരുന്നത് തന്നെ. പറഞ്ഞൊരു കാര്യമില്ലാന്ന്, പണ്ടേ അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ഈ നോവൽസ് വായിക്കുന്നത് മുമ്പ് ഭയങ്കര ഇഷ്ടം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നാൽ ഇവിടെ കിട്ടുന്നില്ല. സോ നാട്ടിൽ പോയി ഇങ്ങനെ വാങ്ങണം എന്നാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നാട്ടിൽ പിന്നെ ഇപ്പോഴേ പോയില്ലല്ലോ, അത് വേറെ കാര്യം. പിന്നെ ചെമ്മു എന്താ പറയലേ, ചെമ്മുക്ക് കിട്ടിയിട്ടാ. ചെമ്മു കുറേ നോക്കിയാടെ ഒക്കെ പറ്റുന്ന ഏതെങ്കിലും ബുക്ക് ഉണ്ടോയെന്ന് അറിയിച്ച് അവിടെ വായിച്ചതേ ഉള്ളതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏതോ 2-3 ബുക്ക് വന്നിട്ടുണ്ട് ഭാവി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കും പണ്ട് 2-3 ബുക്കെല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ 2-3 ബുക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയത്. പക്ഷേ ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയിട്ട് വായിക്കുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്നെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവർക്ക് കൊടുത്ത് പിന്നെ വാങ്ങും, പിന്നെ അത് കാണാതെ അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ നേരെ വന്നത് ജീടെക്കിൽ കേട്ടോ. ഈടാണ് മെയിൻ സംഭവം. എന്ന് വെച്ചെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ഇത് പഠിക്കാൻ
ഉണ്ട്. എന്താ വെച്ചെങ്കിൽ കുറച്ച് എഡിറ്റിങ് കാര്യമെല്ലാം പഠിക്കാനുണ്ട്. ജസ്റ്റ് ചെറിയൊരു കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു 1 മന്തിൻ്റെ കോഴ്സിന് എത്ര ആവും എന്നുള്ളത് പറഞ്ഞിട്ട് ആടെ ചോദിച്ചിട്ടെല്ലാം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആടുന്ന് എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് നേരെ വന്നു. പിന്നെ ഹിജാബിൻ്റെ ബാക്കിൽ നടന്നിട്ടാ അപ്പോഴത്തേക്ക് ഈടെ കയറിയിട്ടാകുമ്പോഴത്തേക്ക് ഈടെ സംഭവം നമ്മൾ ഉദ്ദേശിച്ച കളർ ഉണ്ടായിട്ട് അതാണ് സംഭവം. നമ്മൾ ചിന്തിക്കുന്ന കളറൊന്നുമില്ല. ഇന്ന് ഞാൻ ചുമ്മാ എന്ത് ചുമ്മാ നമുക്ക് ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു. പിന്നെ നേരെ ഇരുന്ന് വിട്ടു കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് പോകുമ്പോഴത്തേക്ക് അയാനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം. അപ്പോൾ നേരത്തെ കോളാക്കിയിട്ടുണ്ടായിട്ടാ ഞാൻ ജുബിമാനോട് പോവും, നീ ബെന്നില്ലല്ലേ എന്നല്ല പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരൂ. അപ്പോൾ കുറച്ച് ഓർഡറെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇതെല്ലാം കൊണ്ടുവരണമെന്ന്. ഞാൻ അങ്ങനെ എനിക്ക് മുട്ടായെല്ലാം വാങ്ങാൻ എനിക്ക് ഭയങ്കര പേടി, എന്തെന്നറിയില്ല. ഒന്നാമത് നമ്മളെ ചെറുതിലെ മുട്ടായി തിന്നിട്ട് ശീലമില്ല കേട്ടോ. ഇപ്പോൾ എങ്കിലും മുട്ടായി അങ്ങനെയെല്ലാം വാങ്ങൽ കുറവ് തന്നെ. സോ അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ ഭയങ്കര പേടി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് അപ്പം വാങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.